ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ബോർഡ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നമ്മുടെ സിസ്റ്റം ബസ് ഓൺ ബാക്ക് പ്ലെയിൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ പ്ലഗ്-ഇൻ ബോർഡുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാത്ത് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ സിസ്റ്റം ബസ് അല്ലെങ്കിൽ ബാക്ക് പ്ലെയിൻ ബസ്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ബസ്സാണ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ് ഡയറക്റ്റ് കാണാൻ പറ്റില്ല, പകരം ഒരു IO കൺട്രോളറിൽ കൂടെ ഈ CPU ബോർഡിനകത്ത് IO കൺട്രോളർ ഉണ്ട്. ആ IO കൺട്രോളറിൻ്റെ പുറത്തേക്കും അകത്തേക്കും ഒരു ബൈ ഡയറക്ഷനിൽ ആരോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് IO ബസ് എന്ന് പറയുന്നത്. അപ്പം SCSI ബസ് വഴി കണക്ട് ചെയ്തിട്ടുള്ള ബസ്സാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ് എന്ന് പറയുന്നത്. CPU ബോർഡിൽ IO ഡിവൈസിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കൺട്രോളറാണ് IO കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺട്രോളറിൽ കൂടെ SCSI ബസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ബസ് സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ബസ് ഇൻ്റർ കണക്ട് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? മീഡിയം സൈസ്ഡ് മൾട്ടി പ്രോസസ്സേഴ്സ്, ലെസ് ദാൻ 100 പ്രോസസ്സേഴ്സ് ഉള്ള ഒരു മൾട്ടി പ്രോസസ്സറിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ബസ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ബാൻഡ്വിഡ്ത്ത്, ലിമിറ്റഡ് സ്കെയിലബിലിറ്റി, ലിമിറ്റഡ് പാക്കേജിംഗ് ടെക്നോളജി, ഇത്രയാണ്. അപ്പോൾ ഹൈറാർക്കിയൽ ബസ്സിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമാണ് നമ്മൾ നോക്കിയത്. ഈ ഒരു ഫിഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൈറാർക്കിക്കൽ ക്യാഷ് ഓർ ബസ് ആർക്കിടെക്ചറാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ആരും മറന്നു വരുത്. ദിസ് ഈസ് ദ ഫിഗർ ഫോർ ഹൈറാർക്കിക്കൽ ക്യാഷ് ഓർ ബസ് ആർക്കിടെക്ചർ. ഓക്കെ, ഇതൊരു മൾട്ടി ലെവൽ ട്രീ സ്ട്രക്ചറാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ട്രീ സ്ട്രക്ചർ ആയിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ലീഫ് നോഡ്സുകളും അതുപോലെ തന്നെ നമ്മുടെ മേളിലത്തെ റൂട്ട് നോഡുകളും ഉണ്ട്. ഓക്കെ, ലീഫ് നോഡിൻ്റെ പ്രത്യേകത എന്താണ്? P0, P1, P2, P3 അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്.